പിണറായി വിജയനും വിദ്യാർത്ഥികളുമായുള്ള സംവാദം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം മോഡൽ സ്കൂളിലായിരുന്നു സംവാദത്തിന് വേദിയൊരുങ്ങിയത്. ജീവിതാനുഭവങ്ങൾ മുതൽ ഭാവി കേരള വികസനം വരെ സംവാദത്തിൽ ചർച്ചയായി. തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ നേരിടുമ്പോൾ പിണറായി വിജയന് രാഷ്ട്രീയ നേതാവിൻ്റെ ആലഭാരങ്ങളിലായിരുന്നു. ഭൂതകാലത്തിൻ്റെ നോവും നനവും ആവേശവുമെല്ലാം പടർത്തിയ വഴിത്താരകളെപ്പറ്റി പിണറായി വിശദീകരിച്ചപ്പോൾ സംവാദ സദസ്സ് ചരിത്ര ക്ലാസ്സായി. പോലീസിനൊപ്പം ചേർന്ന് ഗുണ്ടാപ്പട സ്വന്തം വീട് കൊള്ളയടിച്ച് അനുഭവം വിവരിച്ചപ്പോൾ വാക്കുകൾ പതറിയില്ല. ജീവിതാനുഭവങ്ങൾ ഒരു വ്യക്തിയെ കമ്മ്യൂണിസ്റ്റാക്കിയത് എങ്ങനെയെന്ന് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് കയ്യടികൾ ഉയർന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ ജയിലനുഭവവും മർദ്ദനവുമെല്ലാം സവിസ്തരം പറഞ്ഞപ്പോൾ പുതുതലമുറയുടെ സദസ്സ് സാഗൂതം കേട്ടിരുന്നു. ഈ ഇങ്ങനെയല്ലേ വീഴുന്നത് മുമ്പോട്ട്. അപ്പൊ ഈ ഭാഗത്ത് നമ്മുടെ അവരിടിക്കുന്ന കണ്ടില്ലോ നിങ്ങൾ, അവരിങ്ങനെ ചവിട്ടുന്ന ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മാറി മാറി ചവിട്ടും. അപ്പൊ അതോടെ ബോധം കെട്ട് വീണുപോയി. പിന്നെ ഞാൻ അറിയുന്നില്ല കാര്യങ്ങൾ. ഭാവിയിൽ മുഖ്യമന്ത്രിയായാൽ എന്തു ചെയ്യുമെന്ന വിരുദന്റെ ചോദ്യം വന്നപ്പോൾ പിണറായി സാക്ഷാൽ പിണറായിയായി. നർമ്മം കലർത്തിയ മറുപടിയിൽ സദസ്സ് ചിരിയിൽ മുങ്ങി. മുഖ്യമന്ത്രി ആരാവുക എന്ന പ്രശ്നം നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം വരേണ്ട കാര്യമാണല്ലോ. സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പോലും ഇപ്പം ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല. മോഡൽ സ്കൂളിലെ പാർലമെന്ററി ക്ലബ്ബും സാമൂഹ്യശാസ്ത്ര ക്ലബ്ബും ചേർന്ന് സംയുക്തമായിട്ടായിരുന്നു പിണറായിയുമായുള്ള സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. സംവാദത്തിനു ശേഷം സ്കൂൾ സന്ദർശിച്ച ശേഷമാണ് പിണറായി മടങ്ങിയത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.